ഏവർക്കും നമസ്കാരം. ലൗകികമായ സുഖഭോഗങ്ങൾ, ഭാഗ്യം, സമ്പത്ത്, പ്രണയബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കളത്രം എന്നിവയെ എല്ലാം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്ന ഗ്രഹമായ ശുക്രൻ്റെ രാശിമാറ്റമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ശുക്രൻ മാർച്ച് 26 നിലവിൽ സഞ്ചരിക്കുന്ന മീനം രാശിയിൽ നിന്നും മേടരാശിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഏപ്രിൽ 18 വരെയും ശുക്രൻ ഈ മേടരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ശുക്രൻ്റെ ഈ രാശിമാറ്റം 7 രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളെയും ഭാഗ്യ പുഷ്ടിയെയും നൽകുന്നുണ്ട്. ഏതെല്ലാമാണ് ആ രാശിക്കാർ എന്നാണ് ഇന്ന് നാം ഇവിടെ കാരണസഹിതം വിശദമായി വിശകലനം ചെയ്യുന്നത്. ശുക്രൻ്റെ ഈ രാശിമാറ്റത്താൽ ഏറ്റവും അനുഗ്രഹങ്ങൾ വർഷിക്കുക മിഥുനക്കൂറുകാർക്കാണ്. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർദം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മിഥുനക്കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്നും സർവകാര്യവിജയങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന 11ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. ശുക്രൻ പൂർണ്ണമായ തോതിൽ വലിയ അളവിൽ ഭാഗ്യങ്ങൾ നൽകുക 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ്. ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകും. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ഇവർക്ക് വന്നു ചേരാം. ലോട്ടറി, ചിട്ടി, ഭൂമിക്രയ വിക്രയങ്ങൾ, ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായ ധനാഗമം സംഭവിക്കാം. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും ഈ സമയം ഏറെ നല്ലതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ച, അംഗീകാരം, പ്രശംസ, പ്രമോഷൻ എന്നിവയെല്ലാം വന്നു ചേരാം. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ സമയത്ത് നടക്കും. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും. വാഹനയോഗവും ശുക്രൻ 11ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം. ബിസിനസ്സിലും ഈ സമയത്ത് വളരെയധികം വളർച്ച ഉണ്ടാകുന്നതാണ്. ശുക്രൻ എന്നത് മിഥുനക്കൂറുകാരുടെ 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമാകുന്നു. 5ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ബുദ്ധിശക്തി, ഓർമ്മ, ഏകാഗ്രത എന്നിവയെ എല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ 5ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് ഉന്നതി, പഠനത്തിൽ മികവ്, ഏകാഗ്രത എന്നിവയെല്ലാം നൽകും. കൂടാതെ പഠനം എന്നിവയിലും മികവ് തെളിയിക്കുവാനാകും. 5ാം ഭാവം എന്നത് ഉപാസനാമൂർത്തികളെയും കുറിക്കുന്നു എന്നതിനാൽ ഉപാസനാദികൾ ചെയ്യുമ്പോൾ ഈ സമയം ഈശ്വരകടാക്ഷവും ഭാഗ്യാഭിവൃദ്ധിയും പെട്ടെന്ന് തന്നെ അനുഭവത്തിൽ വരുന്നു. തൽഫലമായി ഇവർക്ക് കാര്യങ്ങൾ എല്ലാം സുഗമമായി തടസ്സങ്ങൾ ഏതും കൂടാതെ നടക്കുകയും ചെയ്യും. രണ്ടാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഏറ്റവും അനുകൂലമായി ഗുണാനുഭവങ്ങളെ നൽകുക ചിങ്ങക്കൂറുകാർക്കാണ്. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ 9ാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക. 9ാം ഭാവം ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെയാണ് പ്രധാനമായും നൽകുക. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവ 9ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയും 9ലെ ശുക്രൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ധാർമ്മികമായ ചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും എന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുന്നു. അവയെല്ലാം ലക്ഷ്യത്തിലും എത്തുന്നു. ഭാഗ്യത്തിൻ്റെ കടാക്ഷം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിൽ രംഗത്തും എല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരും. ശുക്രൻ ഈ കൂറുകാരുടെ 3ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാകുന്നു. 3ാം ഭാവം ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നതിനാൽ ഈ ബന്ധങ്ങളിൽ എല്ലാം ഊഷ്മളമായ ഒരു ബന്ധം ഇവർക്ക് പുലർത്തുവാനാകും. മാതാപിതാക്കൾക്ക് രോഗമുക്തി ഉണ്ടാകും. കുടുംബസമേതം ക്ഷേത്രദർശനം, കുടുംബസംഗമം എന്നിവ ഉണ്ടാകും. കൂടാതെ കർമ്മഭാവത്തെ കുറിക്കുന്ന 10ാം ഭാവാധിപനായ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ നീങ്ങി സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മരംഗത്ത് ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ആകും. അതുമൂലം മേലധികാരികളുടെ പ്രീതി, അംഗീകാരം എന്നിവ ലഭിക്കും. തൊഴിൽ തേടുന്നവർക്കും ഈ സമയം അനുകൂലം ആകുന്നതാണ്. 11ഉം 9ഉം ഭാവം കഴിഞ്ഞാൽ ശുക്രൻ ഏറ്റവും അനുകൂലനായി ഗുണാനുഭവങ്ങളെ നൽകുക ധനഭാവം എന്ന് അറിയപ്പെടുന്ന 2ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ്. അതായത് മീനക്കൂറുകാർക്കാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റത്താൽ
ഭാഗ്യാനുഭവങ്ങൾ വന്ന് വർഷിക്കുന്ന മൂന്നാമത്തെ രാശിക്കാർ. പൂരോരട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം നൽകുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഈ സമയത്ത് ഉണ്ടാകാം. ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ്. രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ശുക്രൻ്റെ ഈ ഭാവത്തിലുള്ള സഞ്ചാരം മൂലം അഭിഭാഷകർ, അധ്യാപകർ, സാഹിത്യ മേഖലയിലുള്ളവർ, രാഷ്ട്രീയക്കാർ എന്നിവർക്കും ഏറെ ജനസമ്മിതി, അംഗീകാരം, വിശ്വാസ്യത എന്നിവ കൈവരുന്നതാണ്. ശുക്രൻ എന്നത് ഈ മീനക്കൂറുകാരുടെ 3ഉം 8ഉം ഭാവാധിപൻ ആകുന്നു. 3ആം ഭാവാധിപൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവരുമായെല്ലാം നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നു. അവരിൽ നിന്നും സഹായ സഹകരണങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം. കൂടാതെ ഈ സമയത്ത് മീനക്കൂറുകാർക്ക് പൊതുവെ ഊർജ്ജം, ആത്മവിശ്വാസം എന്നിവ ഏറിയ അളവിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരാജയഭീതിയോ തോൽവിയോ ഒന്നും ഇവരെ അലട്ടില്ല. പൊതുവെ കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം നല്ല അന്തരീക്ഷം, സമാധാനം, സംതൃപ്തി എന്നിവയും ഉണ്ടാകുന്നതാണ്. നാലാമതായി ഈ ശുക്ര രാശിമാറ്റത്താൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ കന്നിക്കൂറുകാരാണ്. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കന്നിക്കൂറുകാരുടെ 8ആം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുക. ആയുസ്, ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ 8ആം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഗുണാനുഭവങ്ങളെ നൽകുന്നു. 8ആം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം നൽകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യസുഖം, കുടുംബസുഖം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. കൂടാതെ ശുക്രൻ എന്നത് കന്നിക്കൂറുകാരുടെ 2ആം ഭാവാധിപനും 9ആം ഭാവാധിപനുമാകുന്നു. 2ആം ഭാവം എന്നത് ധനഭാവമെന്ന് അറിയപ്പെടുന്നതിനാൽ സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം, ധനനേട്ടങ്ങൾ, ബിസിനസ്സിൽ ലാഭം, നേട്ടം, പുരോഗതി എന്നിവയെല്ലാം ഉണ്ടാകും. ശുക്രൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തെ കുറിക്കുന്ന 9ആം ഭാവാധിപത്യം വഹിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഭാഗ്യം, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും. 5ാമതായി ശുക്രമാറ്റത്താൽ ഗുണാനുഭവങ്ങളും ശുഭകരമായ ഫലങ്ങളും വന്നു ഭവിക്കുക മേടക്കൂറുകാർക്ക് തന്നെയാണ്. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 1ആം ഭാവം അഥവാ ജന്മത്തിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുക. 1ആം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം, ഓജസ്, പിതാവ് എന്നിവയെല്ലാം കുറിക്കുന്നു. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സുഖം, മാനസികമായ സുഖം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടിയെ നൽകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഉപായങ്ങൾ, അതായത് അവ പരിഹരിക്കാനുള്ള ഉപായങ്ങളും മാർഗ്ഗങ്ങളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. വാഹനലാഭം, ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശുക്രൻ എന്നത് മേടക്കൂറുകാരുടെ 2ആം ഭാവാധിപനും 7ആം ഭാവാധിപനും ആകുന്നു. 2ആം ഭാവം ധനത്തെയും 7ആം ഭാവം കളത്രത്തെയും അഥവാ ജീവിത പങ്കാളിയെയും കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ കൂറുകാരുടെ ധനാധിപനും കളത്ര ഭാവാധിപനുമാകുന്നു. ധനാധിപൻ ബലവാനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ധനപരമായ ഉന്നതി, അഭിവൃദ്ധി എന്നിവ ഫലത്തിൽ വരും. 7ആം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ, ദാമ്പത്യബന്ധം, കുടുംബബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നതിനാൽ പ്രണയ, ദാമ്പത്യ, കുടുംബ ബന്ധങ്ങൾ ഈ സമയത്ത് ഏറെ ഊഷ്മളമാകും. അനൈക്യം, തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം മാറി പരസ്പരം അനുരാഗം, ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ്. തൽഫലമായി സന്തോഷം, സമാധാനം എന്നിവ കുടുംബത്തിൽ ഉണ്ടാകും. 7ആം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടായ മറ്റു സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഇത്തരം സംരംഭങ്ങൾ, ഉദ്യമങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് പുരോഗതിയും വളർച്ചയും പ്രാപിക്കും. 6ാമതായി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഗുണാധിക്യത്തെ നൽകുക കുംഭക്കൂറുകാർക്കാണ്. അവിട്ടം 2ആം പകുതി, ചതയം, പൂരോരട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 3ആം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുക. സഹോദരഭാവം, പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം 3ലെ ശുക്രൻ നൽകും. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ഊർജ്ജം എന്നിവയും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും ഇവർ തരണം ചെയ്യും.
ആത്മബലം, മനോബലം എന്നിവ ഇവർക്ക് സിദ്ധിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം തന്നെ ഗുണാനുഭവങ്ങളും ക്ഷേമവും ഇവർക്ക് അനുഭവത്തിൽ വരും. കുംഭക്കൂറുകാരുടെ 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമാണ് ശുക്രൻ. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം, കുടുംബാംഗങ്ങൾ, കുടുംബബന്ധം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. 9-ാം ഭാവാധിപൻ എന്നത് ഈശ്വരകടാക്ഷം, ഭാഗ്യം, പിതൃപുണ്യം എന്നിവയെയും നൽകുന്നു. ഈ 2 ഭാവങ്ങളുടെയും അധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സ്നേഹം, സമാധാനം എന്നിവയെല്ലാം നൽകും. കൂടാതെ 9-ാം ഭാവാധിപത്യവും ശുക്രനുണ്ട് എന്നതിനാൽ ഇവർക്ക് ഈശ്വരവിശ്വാസം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയും വർദ്ധിക്കുന്ന സമയം ആകും. ശുക്രൻ ഏറ്റവും വർദ്ധിച്ച അളവിൽ ഭാഗ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുക മേൽപ്പറഞ്ഞ 6 ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ്. എന്നാൽ ഒരു രാശിക്കാർക്ക് കൂടി ശുക്രൻ്റെ ഈ രാശിമാറ്റം ഗുണാനുഭവങ്ങളെ നൽകുന്നുണ്ട് എന്നറിയുക. അത് ഇടവക്കൂറുകാരാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കാരണം ഇടവക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു ശുക്രൻ എന്നതാണ് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുവാനുള്ള കാരണം. ശുക്രൻ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക. പൊതുവെ 12-ൽ കൂടി സഞ്ചരിക്കുന്ന ഏത് ഗ്രഹങ്ങളും ചെലവിനെ വർദ്ധിക്കുമ്പോൾ ശുക്രൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ കുറയുകയാണ് ചെയ്യുക. കൂടാതെ ധനാഗമം, വിദേശത്തെ ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യവിജയം എന്നിവയെല്ലാം ഉണ്ടാകും. 12-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ചെലവുകളെ ഉണ്ടാക്കാമെങ്കിലും വാഹനം വാങ്ങുക, ഭൂമി വാങ്ങുക, ഉപരിപഠനം, ആഭരണം, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കുക. കൂടാതെ ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം, സമാധാനം എന്നിവയെല്ലാം നൽകും. ഈ കൂറുകാരുടെ 6-ാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഈ കൂറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. കൂടാതെ രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.